ശ്രീകുട്ടി എന്നാ ആലോചിക്കുന്നത്? അത് ടീച്ചർ ആസ്വാദന കുറിപ്പ് എഴുതാൻ പറഞ്ഞു. ഓ, കുറിപ്പിനെ കുറിച്ച് ആസ്വദിച്ച് എഴുതില്ലല്ലേ? ഞാൻ പറഞ്ഞേ എനക്കറിയാ, ഞാൻ പറഞ്ഞുതരാം, നീ എഴുതിക്കോ. എഴുതണേ, ഞാൻ പറഞ്ഞുതരാം. പണ്ട് അച്ചാച്ചനൊരു ചങ്ങായി ഉണ്ടായിരുന്നു. കുറുപ്പ് എന്ന പേര്, നമ്മളെല്ലാം കുറുപ്പമ്മാവെന്നാ വിളിക്കല്. എന്നെ ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിൽ വരുമ്പോ എനക്ക് കടല മുട്ടായി കൊണ്ട് തരും. എഴുതു നീ. എഴുതിക്കോ, ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞുതരാം, നീ എഴുതിക്കോ. നമ്മളെ വീട്ടിന്റെ മുറ്റത്തൊരു മാങ്ങ മരമുണ്ടായി. ആ മാങ്ങ മരത്തില് നിറയെ തേങ്ങ ഉണ്ടായിരുന്നു. അമ്മയുടെ വീട്ടിലെ മാങ്ങാമരത്തിനോട് തേങ്ങ ഉണ്ടാവോ? ആരെ തേങ്ങ എന്ന് പറഞ്ഞ ഞാൻ മാങ്ങാന്നല്ലേ പറഞ്ഞേ? അമ്മ തേങ്ങാന്ന് പറഞ്ഞു. ഞാൻ മാങ്ങാ തന്നെയാ പറഞ്ഞത്. എന്റെ ദൈവമേ, വായിലൊടുന്ന കളത്തില പറഞ്ഞു. കളത്ത ഞാൻ കളത്തില്ല. ചെടി കളിക്കാൻ നീ ഇതപ്പാ ഞാൻ അമ്മ പറഞ്ഞു, ഞാൻ എഴുതിക്കോളൂ. ഞാൻ കുറുപ്പമ്മാവനോട് പറഞ്ഞു, കുറുപ്പമ്മാവ എനിക്ക് മാങ്ങ പറിച്ചു തരുമോ? കുറുപ്പമ്മാവനെ പറഞ്ഞാൽ മോളെ ഞാൻ പറിച്ചു തരാം. മാങ്ങ പറിക്കാൻ തുടങ്ങുമ്പത്തിന് മാങ്ങ മരത്തിൽ നിറയെ ഉറുമ്പ്. കുറുപ്പമ്മാവന്റെ കാലിലും കൈക്കും എല്ലാം ഉറുമ്പ് കഴിച്ചിട്ട് ചൊറിയുന്നതിന്റെ ഇടയില് കുറുപ്പമ്മാവൻ താഴേക്ക് വീണു. മാങ്ങക്ക് പകരം വീണത് കുറുപ്പമ്മാവൻ. ലാസ്റ്റ് കുറുപ്പമ്മാവനെ നടുവിന്റെ എല്ലാം പൊട്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അമ്മേന്റെ കുറുപ്പമ്മാവന്റെ കഥ കഴിഞ്ഞാ? കുറുപ്പമ്മാവ ഇപ്പം ജീവനോടെ ഉണ്ട്. എന്റെ അമ്മക്ക് ഈ ആസ്വാദന കുറിപ്പ് എന്ന് പറഞ്ഞാൽ അറിയോ? അത് തന്നെയല്ലേ ഞാൻ ഇത്ര സമയം എന്തിനോട് പറഞ്ഞേ. അത് അമ്മേന്റെ ഈ മാങ്ങ മരത്തമ്മ കയറിയിട്ട് വീണ കുറുപ്പമ്മാവന്റെ ഒന്നല്ലേ എഴുതേണ്ടത്. അമ്മ ഒന്ന് പോയട്ടെ, എന്നെ ശല്യപ്പെടുത്താണ്ട്. നീ ഇങ്ങനെ ആലോചിച്ചിട്ട് സമയം കളയുന്നതിനേക്കാൾ നല്ലത് ഞാൻ പറഞ്ഞത് എഴുത്. അയ്യോ വേണ്ട അച്ഛാ, ഈ സാധനത്തിൽ നിന്ന് എടുത്തിട്ട് പോയട്ടെ. വേണ്ട, എന്നെ എടുത്തിട്ടൊന്നും പോണ്ട, ഞാൻ നടന്നിട്ട് പോയിക്കോളൂ. ഞാൻ പോയിട്ട് ഇപ്പൊ വരും കേട്ടോ. എന്റെ ദൈവമേ, പോയിട്ട് വന്നിട്ട് കഴിയില്ല. അപ്പൊ ഞാൻ രക്ഷപ്പെടാം.